എന്നിട്ട് എവിടെ പോയി കിടക്കണം? വേണ്ട, കൊള്ളാം, വിളിക്കാം. എങ്ങനെയാണ്? നന്നായിരുന്നു. ഓക്കെ കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. സമയം പോയി. അടുത്ത ആളെ വിളിച്ചു. വന്ന് നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? വന്ന വഴി വണ്ടി പഞ്ചറായി. അടുത്ത രണ്ടാളോട് കഴിഞ്ഞാൽ നിന്റെയാണ്. നിന്റെ കഴിഞ്ഞാ നീ അത് ഫോം ഫില്ല് ചെയ്തിട്ടേ ഞാൻ കയറാൻ നോക്കും. ഇത് നിന്റെ ഫോമാ. പക്ഷെ ഒന്നുകൂടെ നന്നായി ചെയ്യായിരുന്നു. എടാ നീ എന്തെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുന്നു? ടെൻഷൻ അടിച്ചിരിക്കുന്നു? ഇല്ല, ഒന്നുകൂടെ. പിന്നെ ഡ്രാമ സ്കൂളിൽ പോയതൊരു തെറ്റായെന്ന് സംശയം. അല്ല, ആക്ടിങ് കോഴ്സ് പഠിച്ചാൽ മതിയായിരുന്നു. അതെ, അങ്ങനെ വന്നാലിപ്പം നമ്മളെവിടെ പോയാലും ഓവർ ആക്ടിങ് ആന്നൊക്കെ പറഞ്ഞ് റിജിറ്റ് ആവുമല്ലോടാ. എടാ അതൊക്കെ എടാ അവിടെ വേണ്ട ക്യാരക്ടർ നിന്റെ അടുത്ത് ഇല്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും അങ്ങനെ. അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഞാൻ ഡ്രാമയ്ക്ക് പോയി. അച്ഛൻ ഇപ്പോഴും വിശ്വസിക്കണ ഞാൻ വലിയൊരു നാടകൻ്റെ മുന്നായി അറിയപ്പെടുന്നൊക്കെയാണ്. പക്ഷെ പുറത്തെ സിറ്റുവേഷൻ നമുക്കെല്ലാം അറിയുള്ളൂ. എടാ അതേ ഒരു ലെജൻഡ് അല്ലേ, നീ അത് ചിന്തിക്കും. ആ പാരമ്പര്യം നിനക്ക് കിട്ടിയിട്ടുണ്ടാവും, ആ കഴിവ് നിനക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നു? അല്ല, ലെജൻഡ് ഒക്കെ തന്നെ. പിന്നെ അച്ഛൻ ഇപ്പോൾ അവിടെ അച്ഛൻ്റെ കൂടെ അഭിനയിച്ചവരൊക്കെ സൂപ്പർ സ്റ്റാർസ്. പക്ഷെ ഇപ്പം നാടകം പോലും ഇല്ല അച്ഛന്. നീ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നീ ഇപ്പൊ വന്നേക്കുന്നത് ഈ ഓഡീഷൻ അറ്റൻഡ് ചെയ്യാനാണ്. കിട്ടും കിട്ടും കിട്ടും, അത്രേ ഉള്ളൂ. അത് മാത്രം ചിന്തിച്ചാൽ മതി. എത്ര സ്ഥലത്താണ് റിജക്ഷൻ ഈ പേരും പറഞ്ഞ്. ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എവിടെ പോയി പ്രസന്റ് ചെയ്യാൻ. നീ ഇപ്പൊ നേരെ കയറിച്ചില്ല, നീ നിന്റെ കാര്യം ചെയ്യാ പോരാ. കിട്ടോ ഇല്ലോ എന്നുള്ള പിന്നെയാണ്, കിട്ടും എന്നുള്ളതാണ് എൻ്റെ കോൺഫിഡൻസ്. ഞാൻ നിന്നെ എത്രയും റിസ്ക് എടുത്ത് ഞാൻ വിളിച്ചു വരുത്തിയത് കിട്ടും എന്നുള്ളത് ഷുവറാണ്. ശ്രമിക്കും നീയാണല്ലോ. ചെല്ല്, ഉഷാറ്, ഒന്നുമില്ല, നമ്മൾ കിട്ടുമല്ലോ. കേട്ടോ, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഞാൻ ഓഡിഷനിലാണ്. ഓർക്കാട്ടിൽ രാഘവൻ മാസ്റ്ററുടെ മോനാണോ? അതെ. അച്ഛനൊക്കെ ഇപ്പം എന്ത് പറയാം? കുഴപ്പമൊന്നുമില്ല. പരിപാടിയൊക്കെ ഉണ്ടോ? ഇല്ല, ഇപ്പം നാടകമൊന്നുമില്ല. എന്താ നാടകമൊക്കെ വിട്ടിട്ട് ഒരു കടയിട്ടേക്കോ? രാഘവൻ മാസ്റ്റർക്ക് കടയൊക്കെ ഇട്ടിരിക്കാൻ പറ്റുമോ? ജീവിതമല്ലേ സാർ. സാർ, ഞാൻ എന്താ പെർഫോം ചെയ്യണ്ടേ? ഞങ്ങൾ സിറ്റുവേഷൻ പറയും. ഓക്കെ, ചെയ്തോളൂ. ശരി. പേരെന്താ പറഞ്ഞ? അക്ഷയ് എന്നല്ലേ? അതെ സാർ. അക്ഷയ്, കുഴപ്പമില്ലേ? സാർ, ഞാൻ പെർഫോം പോലും ചെയ്യാൻ റിജക്റ്റ് ചെയ്യില്ലേ സാറേ. അച്ഛൻ നാടകനായെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു സാർ? എനിക്കൊരു ചാൻസ് സാർ, ഞാൻ നന്നായി പെർഫോം ചെയ്യും സാർ. അക്ഷയ് അച്ഛൻ നാടക നടനായതുകൊണ്ടാണ് അക്ഷയോട് പെർഫോം ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. എനിക്കറിയാം അദ്ദേഹത്തിന്റെ കൂടെ ഒരു 10 വർഷക്കാലം ഞാൻ ശിഷ്യനായിട്ടുണ്ടായിരുന്നു. അന്ന് അക്ഷയ് ഭാരതാരമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അതെ അതെ സാർ. അക്ഷയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയത്തില്ല. എടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ വീട്ടിൽ വരുന്നുണ്ട് അച്ഛനായി കാണാൻ. അന്നേരം നമുക്ക് സംസാരിക്കാം. ഓക്കെ? അല്ല സാറേ, ഞാൻ പെർഫോം പോലും ചെയ്യാതെ. എടോ കുഴപ്പമില്ലടോ, ധൈര്യമായിട്ട് പോകും. ബാക്കി കാര്യങ്ങൾ വീട്ടിൽ വെച്ച് സംസാരിക്കാം. ഓക്കെ? താങ്ക് യു സാർ. താങ്ക് യു സാർ. പെർഫോമൻസ് പോലെയാണ് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ നാടക ഗുരുവിനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ മോനാണ്. പിന്നെ ബാക്കി കാര്യങ്ങൾ വീട്ടിൽ പോയി സംസാരിച്ചിട്ട് തീരുമാനിക്കാം. ഓക്കെ? എടാ, എന്താടാ കിട്ടുക? അതാ ഞാൻ പറഞ്ഞു, കിട്ടും പറഞ്ഞാൽ കിട്ടിയിരിക്കും. അല്ല, നീ എന്താ കാണിച്ചേ? പെർഫോമൻസ് ഒന്നും ചെയ്യിപ്പിച്ചില്ലേ? അച്ഛൻ്റെ പേരിൽ നാടകം പഠിക്കും. അടിപൊളി അടിപൊളി. നീ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ്റെ പേരിലാണ് നിൽക്കുന്ന കിട്ടിയത്. അതല്ലേ ഞാൻ പറഞ്ഞത്, ആ സംഭവം നമ്മുടെ കയ്യിൽ അത്രയും മതി. മോനെ, നീ വിഷമിക്കരുത്. നിന്നെ നാടകനടൻ്റെ മകനായി അംഗീകരിക്കുന്ന ഒരു കാലം വരും. അച്ഛൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ട്.